ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ സിസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും എക്സാംസ് ഒക്കെ കഴിഞ്ഞു, വെക്കേഷന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതുവരെ നമ്മളത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ സ്റ്റഡി ടേബിൾ റെഡിയാക്കാമെന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും, പക്ഷേ എല്ലാവരും ഇതിനോടകം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഗൈസ്, നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ആദ്യം തന്നെ അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായി, ഞാൻ അതങ്ങ് മാറ്റി, അതായിരിക്കും സേഫ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്ക്, ലേബർ ഇന്ത്യ, പിന്നെന്താ തീർന്ന നോട്ട്ബുക്കുകൾ, ടെക്സ്റ്റ് അതെല്ലാം മാറ്റുന്നു. അതിൻ്റെ ഒരു ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ടായിരുന്നു. മാർച്ചിലെ ഈ മെയിൻ എക്സാമിനേക്കാൾ എനിക്കൊന്ന് സെക്കൻഡ് ടൈമിലെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ആ ടേബിളിലുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓട്ടോഗ്രാഫ് നിങ്ങൾ കണ്ടു കാണും. പിന്നെ ക്ലാസ് ഫോട്ടോ, ഇത്തവണ എടുത്ത ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതെല്ലാം മാറ്റി. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ടേബിൾ വൃത്തിയാക്കുമ്പം നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേപ്പറിൻ്റെ ആയിരിക്കും. ഒന്നാമത് ഞങ്ങളാണെങ്കിൽ എല്ലാ പേപ്പറുകളും ചെറിയ കാര്യമാണെങ്കിലും ജസ്റ്റ് അതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കാരണം ഇഷ്ടംപോലെ പേപ്പറുകളാണ്. ഇത് പക്ഷേ സാധാരണ എൻ്റെ അത്രയും പേപ്പറുകളില്ല. ഞാൻ പിന്നെ വലുതായിട്ട് പേപ്പറുകൾ തരംതിരിക്കുന്നില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കും. ചിലത് പുതിയ പേപ്പറുകളായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് അവിടെ തന്നെ അങ്ങനെ ഇങ്ങനെ മാറി കിടക്കുന്നതായിരിക്കും. ചിലതിനകത്ത് ഇച്ചിരി എന്തെങ്കിലും എഴുതിയിട്ട് ബാക്കി വന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും. അനിയത്തി ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തരംതിരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം മാറ്റി. പിന്നെ ഈ എടുക്കുന്നതെല്ലാം നമുക്ക് സ്പേസ് ഉള്ള ബുക്കുകളാണ്, അപ്പോൾ അതും ഞാൻ മാറ്റി വെക്കുന്നു. അപ്പോൾ ആദ്യം ആ ഒരു സംഭവമാണ് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ ബോട്ടണിയുടെ ബുക്കാണ്. അപ്പം നമുക്ക് ആദ്യം ഇത്രയും ഓർഗനൈസ് ചെയ്ത് മാറ്റാം. പിന്നെ എൻ്റെ ഫയൽസും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം ഉണ്ട്. ഇത് പിന്നെ എൻ്റെ അനിയത്തി ചെയ്തെടുത്തൊരു ഇതാണ്. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ബോക്സാണ്. പക്ഷെ അവൾ ചെയ്തപ്പോൾ എന്തോ ഒരു ഭാഗം ഇച്ചിരി പൊങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇച്ചിരി ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല സ്പേഷ്യസുമാണ്. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലൊരു സംഭവമാണ്. ഞാനപ്പോൾ ആദ്യം അത് വലുതായിട്ട് വെളിയിൽ ഇറക്കാതെ അതായത് അതിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ നോക്കി. പക്ഷേ അതിനകത്ത് നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കുലുക്കി മറിച്ചിട്ടു. അങ്ങനെ മേശ ഇപ്പം നല്ല അലങ്കോലമായിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം അറേഞ്ച് ചെയ്യാം. നിങ്ങൾ അടപ്പുകൾ സൂക്ഷിച്ച് വെക്കും പേനയുടെ, അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇഷ്ടംപോലെ കോമ്പസുകളും ഡിവൈഡറുകളും ഉണ്ട്. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ അടുക്കി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ പേന തെളിയുമോ ഇല്ലയോ എന്നുള്ള ചെക്കിങ്ങാണ് നടക്കുന്നത്. ഇപ്പോൾ കാണിച്ച നീലപ്പേനയ്ക്കകത്ത് അത് അതിൻ്റെ മഷി തീർന്നു. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇറേസറും ഉണ്ട്. പേന വെച്ച് എഴുതുന്നതിൽ നമുക്ക് തുടച്ച് കളയാൻ പറ്റും. അത് ജപ്പാനിൽ നിന്ന് ഞങ്ങളുടെ ചിറ്റ കൊണ്ട് തന്ന. പക്ഷെ ആ പേന തീർന്നു കേസ്. അത് ഞങ്ങളുടെ ഫെയർവെല്ലിന് പോപ്പർ പൊട്ടിച്ച് അതിലെ പൊടിയാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക. അതെല്ലാം കുറച്ച് ഓർമ്മ ഐറ്റംസ് ആണ്, അതിന് അത് മാറ്റി വെച്ചേക്കും. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ പെട്ടെന്നൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഗൈസ്, ലാസ്റ്റ് പരിപാടികളിലേക്ക് ഇത്രയും വേസ്റ്റ് കിട്ടി. ആ ബോക്സ് കുറഞ്ഞുകൊണ്ടാണ്. ഒത്തിരി ടിക്കറ്റും ബസ്സിൽ വരുന്നതിൻ്റെ മുട്ടായി കവറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ നമുക്ക് ഈ ടേബിളിൽ വേണ്ടത് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പം +2 ടെക്സ്റ്റും നോട്ട്ബുക്കും അതെല്ലാം ഒന്നും ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മെയിനായിട്ടുള്ള സാധനങ്ങളിലൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേബിൾ അറേഞ്ചിങ് പരിപാടി കഴിഞ്ഞു.
ഇതെല്ലാം നല്ല ക്യൂട്ട് ക്യൂട്ട് കട്ടറുകളാണ്. അപ്പോൾ ടേബിൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.